എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, ഞാൻ ഒന്ന് രണ്ട് ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നടത്തുന്നത്. ഈ ചാലക്കുടി പട്ടണം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വന്നു ചേരാനായിട്ടുള്ള ഇടം മാത്രമല്ല. ചാലക്കുടി പട്ടണത്തിന് സവിശേഷതകൾ ഏറെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒത്ത സെൻറ്റർ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ചാലക്കുടിയാണ്. പുഴയും കരയും എല്ലാം സമ്മേളിച്ച് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പട്ടണം. എന്നാൽ ഈ പട്ടണത്തിൽ നടക്കുന്ന ചില ശവപ്പെട്ടി വികസനങ്ങൾ, ഇവിടെ കാലങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അനാസ്ഥകൾ, ശവപ്പെട്ടി വികസനം എന്നതിനേക്കാൾ അപ്പുറം അതിനൊരു പേരിടാൻ വേറെ ഒന്നുമില്ല. ഈ പട്ടണം ചത്ത പട്ടണമായിട്ട് മാറിയിരിക്കുന്നു. ഡെഡ്ലി സിറ്റി. ഡെഡ്ലി സിറ്റിയാണിത്. ഡെഡ് സിറ്റി, അതായത് ചത്ത പട്ടണമാക്കി മാറ്റിയത് ആരാണ്? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ശവപ്പെട്ടി വികസനത്തിൻ്റെ മാതൃകകൾ കുറച്ചെണ്ണം കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്പർ 1, എൻ്റെ പറയിൽ നിൽക്കുന്നു നോർത്ത് ബസ് സ്റ്റാൻഡ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു പട്ടണത്തിന് ആവശ്യമായിട്ട് സംഭവം. നമ്മുടെ ചാലക്കുടിയിൽ സൗത്തിലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. നോർത്തിൽ ബസ് സ്റ്റാൻഡ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയ അത് തുടങ്ങി വെച്ചാൽ ഇവിടുത്തെ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2 ബസ് സ്റ്റാൻഡും കാണാൻ സാധിക്കും. ഇപ്പോൾ ചാലക്കുടിയിലും ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വടക്കൻ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കി. പക്ഷേ അത് വെടക്കാക്കി ചാലക്കുടിക്കാർക്ക് തീരെ നരകമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് എന്തിൻ്റെ കേന്ദ്രമെന്ന് നിങ്ങൾക്കറിയാം? അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ലഹരി കേന്ദ്രങ്ങളുടെയും ഇടമായി മാറിയിരിക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡ് രാത്രി സമയങ്ങളിൽ. അത് വന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും. എന്താണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കുഴപ്പം? 2020 BD ദേവസ്വം MLA കാലത്ത് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. ഇത് മാറി മാറി ഉദ്ഘാടനങ്ങൾ എല്ലാവരും കൊട്ടിഘോഷിച്ച് നടത്തി. എന്നിട്ട് എന്തുണ്ടായി? കഴിഞ്ഞ ഭരണസമിതി 3 ചെയർമാന്മാർ ഭരിച്ചു. ആ 3 ചെയർമാന്മാരുടെ കാലഘട്ടത്തിലും വലിയ വാഗ്ദാനങ്ങൾ ഇവിടെ വന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ശവപ്പെട്ടിക്ക് ആണിയടിച്ച മാതിരി ഒരു വികസന മാതൃക വടക്കൻ ബസ് സ്റ്റാൻഡ് വെടക്കാക്കി ചാലക്കുടി പട്ടണത്തിൻ്റെ മുഖത്ത് ചിരിച്ച് ഇളിബരാക്കി നിൽക്കുന്നു. ആരാണ് ഈ ചാലക്കുടി പട്ടണത്തെ ചത്ത പട്ടണമാക്കി മാറ്റുന്നത്? ഇങ്ങനെയുള്ള പരിപാടികൾ, ഇതിൻ്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തുടങ്ങുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ലക്ഷങ്ങളും കോടികളും ചിലവാക്കി ഇങ്ങനൊരു ബസ് സ്റ്റാൻഡ് പണിതിട്ട് ഇപ്പോൾ ലോറി സ്റ്റാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിത് വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ നിഗൂഢമായ ചില കളികളുണ്ട്. ഈ ചാലക്കുടിയിൽ ഓരോ വികസനങ്ങൾ വരുന്നതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ച് മണ്ണ് തപ്പും. മനസ്സിലായിട്ടോ? ഇവിടെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കിൻ്റെ കാരണക്കാരാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവിടെ നടത്തുന്ന കച്ചവടക്കാരാണ്. എന്താണ് ഇതിൻ്റെ കാരണം? മര്യാദയ്ക്ക് പോവേണ്ട ഒരു ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ വരണമെന്ന് കേട്ടപ്പോൾ തന്നെ അതിനെ എതിർക്കാനും സമരങ്ങളും അതും ഇതും ഒക്കെയായി 21 പേരുടെ ജീവൻ കൊടുത്തതിന് ശേഷം ഒരു അടിപ്പാത അവിടെ കൊണ്ടുപോയി പണിതു. ആ പണിതതിൻ്റെ ബാക്കി പത്രം എന്തിട്ടാന്നുള്ളത് നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചാലക്കുടി ഈസ് എ ഡെഡ് സിറ്റി, ചത്ത പട്ടണം. ആ ചത്ത പട്ടണത്തിൻ്റെ ശവപ്പെട്ടി വികസന മാതൃകകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. 2020 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു വികസന മാതൃക വടക്കൻ ബസ് സ്റ്റാൻഡ് വെടക്കാക്കി ചാലക്കുടിക്കാർക്ക് മുന്നിൽ ലിബറായിട്ട് നിൽക്കുന്നു. ആരാണ് ഈ സംഭവം കൊണ്ടുവന്നത്? ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നില്ല? എന്ത് ഗുണമുണ്ട്? കഴിഞ്ഞ തവണ ഒരു ചെയർമാൻ വന്ന് കുത്തിയിരുന്ന് കുറേ മീറ്റിങ്ങുകളൊക്കെ നടത്തി. അയാൾക്ക് എന്തോ ഭയങ്കരമായ വിവരങ്ങളാണ്. അയാൾക്ക് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളൊക്കെ പോയി വലിയ വിവരമുണ്ട്. ഞാൻ ഇപ്പോൾ വിചാരിച്ചപ്പോൾ അതാണ്ട് കാണിക്കുന്നത് ആളുകളെ പറ്റിക്കുന്നതിന് തുല്യമായിട്ടുള്ള കുറേ മീറ്റിങ്ങുകളും പത്രസമ്മേളനങ്ങളും നടത്തി വെറും കസേര മനുഷ്യനായിട്ട് മാറി. അങ്ങനെ ഒരു ചിത്രം കാണിച്ചു തന്നു. അപ്പോൾ ചാലക്കുടിക്കാരെ കാണിച്ചു തരുന്നു ചാലക്കുടി പട്ടണത്തിൻ്റെ ശവപ്പെട്ടി വികസന മാതൃകകളാണ് കേട്ടോ. 1, വടക്കൻ ബസ് സ്റ്റാൻഡ് എന്ന വെടക്കാക്കി നിൽക്കുന്ന വികസന മാതൃക. ഇതാര് ചെയ്തു? ഓരോരുത്തരുടെയും വരവിൽ ഓരോ ഉദ്ഘാടനങ്ങൾ നടത്തി. ഞങ്ങളൊക്കെ ഏതാണ്ട് വലിയ ആൾക്കാരായിരുന്നു. എല്ലാ അപ്പന്മാരല്ലാത്തവരും ഒക്കെ ചിരിച്ചുല്ലസിച്ച് ആർത്ത് ഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി. ഇപ്പോഴും ചാലക്കുടിക്കാരുടെ മുന്നിൽ പല്ലിളിച്ച് നിൽക്കുന്നൊരു വികസന മാതൃക ഇതാണ് കേട്ടോ. 30ഉം 40ഉം ഒക്കെ വർഷങ്ങൾ ചാലക്കുടിയിലിരുന്ന് ഭരിച്ച് തഴമ്പിച്ച ആൾക്കാർ നമുക്ക് തന്ന വികസന മാതൃകകൾ. ചാലക്കുടിക്കാർ ഇതൊക്കെ മനസ്സിൽ ഓർക്കണം. ഒന്നാമത്തത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. 60 കോടി രൂപയുടെ അടുത്ത് ചിലവഴിച്ചിട്ട് ഒരു സാധാരണ മെക്കാട്ട് പണിക്കാരൻ്റെ ബോധവും വിവരം പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ ഉണ്ടാക്കി കൂട്ടിയൊരു സംഭവമാണ് ഈ അടിപ്പാത. 21 പേരുടെ ജീവനുണ്ടോ ഈ അടിപ്പാത പണിയേക്കാൾ മുൻപ് ഇവിടെ പൊലിഞ്ഞു പോയെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നമ്മുടെ പട്ടണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഒരു ഫ്ലൈ ഓവർ സൗത്തിൽ നിന്ന് തുടങ്ങി കോട്ടപ്പുറം വരെ വന്ന് അവസാനിപ്പിക്കേണ്ട സംഭവം അതിവിടെയുള്ള ചില ആൾക്കാരുടെ ചില തലയ്ക്ക് മുകളിലാത്ത മണവണാപ്പന്മാരുടെ പൊട്ടത്തരം കാരണം കൊണ്ട് അത് വലിച്ചു നീണ്ട് അവസാനം ഇവിടെ ഒരു അടിപ്പാത ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങി. ഇപ്പോൾ അടിപ്പാത ഉണ്ടാക്കി. എന്താണ് കാര്യം? ഈ ചാലക്കുടിയിലെ ഗതാഗത കുരുക്കിൻ്റെ ആദ്യ വാക്കും അവസാന വാക്കുമായിട്ട് മാറിയിരിക്കുന്നു ഈ അടിപ്പാത. ഇത് ചാലക്കുടി നഗരസഭയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന നമ്മളെ പല്ലിളിച്ച് നോക്കി നിൽക്കുന്ന ഒരു ശവപ്പെട്ടി വികസനമാണ്. 2ാമത്തെ ശവപ്പെട്ടി വികസനമാണെന്ന് യാതൊരു ബോധമില്ലാണ്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് പറയാം. ചാലക്കുടി നഗരസഭയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സംഭവം. അതുപോലെ ഇവിടുത്തെ MP MLA ഇവരൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട സംഭവമാണ് എൻ്റെ പിറകിൽ നിൽക്കുന്ന സംഭവം. ഇതുപോലൊരു മണ്ടൻ നിർമ്മിതി. ഇനി ഈ മണ്ടൻ നിർമ്മിതി പണിത് കഴിഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ പട്ടണത്തിലുള്ള ആളുകൾക്ക് വിശേഷ ദിവസങ്ങളിൽ ഈ പട്ടണത്തിൽ കൂടെ പോകണ്ടേ?
അതായത് ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, മറ്റേത് വിശേഷങ്ങളായിക്കോട്ടെ, ഈ ചാലക്കുടി പട്ടണത്തിലേക്ക് ഒരു സാധാരണ ആൾക്ക് വണ്ടിയും കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗീനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഈ മണഗുണാപ്പന്മാരുടെ ബോധമില്ലാത്ത മണഗുണാപ്പന്മാരുണ്ടാക്കി വെച്ച ഈ അടിപ്പാത കാരണം കൊണ്ട് ആളുകൾ തെണ്ടിത്തിരിയാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇവിടെ എത്രമാത്രം പൗരപ്രമുഖന്മാരുണ്ട്. ഈ പറയുന്ന ഈ അടിപ്പാതയുടെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് എത്രയോ സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് കിടക്കുന്നു. കാർമൽ സ്കൂളുണ്ട്, ITI ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് SH കോളേജ് ഉണ്ട്. ഇവിടെയൊക്കെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പാൾമാരുണ്ട്. ഇവർക്കൊന്നും തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു മണ്ടൻ നിർമ്മിതി? അതുപോലെ ഇവിടെ പൗരപ്രമുഖന്മാർ ഏത് വിഷയത്തിനായാലും പൗരപ്രമുഖന്മാർ എന്ന് പറഞ്ഞൊരു വർഗ്ഗം ഇവിടെ വരാറുണ്ട്. ഞാൻ കുറച്ച് പറയുന്നതല്ല, എന്തേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതിനെന്താണ് പരിഹാരം? ഇവിടെ ഏത് വിശേഷങ്ങൾ ചാലക്കുടി പട്ടണത്തിലുണ്ടായിക്കോട്ടെ, ഇവിടെ മൊത്തം ബ്ലോക്കാ. ഇത് പുതുവത്സര പിറവിയുടെ പരിപാടി ഉണ്ട്. എന്തായിരുന്നു കോലാഹലം? ഇനി അതൊന്നും വേണ്ട. ശനിയാഴ്ച ദിവസം ഇതിൽ കൂടെ വാഹനം കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ജനം ഏതൊക്കെ ദൈവങ്ങളെ വിളിക്കണം എന്നുള്ളത് ചിന്തിച്ചാൽ മതി. പുതിയ ഭരണസമിതി വന്നിരിക്കുകയാണ്. പുതിയ ഭരണസമിതി ചെയർപേഴ്സണായിട്ടുള്ള ആലി ഷിബുവും KV പോളേണ്ണും ഒരു കുഴപ്പമില്ല, നല്ല ടീമാണ്. അവരും പറഞ്ഞേക്കുന്നത് ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതാണ്. ഈ ഒരു പിന്നിൽ ഉണ്ടാക്കി വെച്ചേക്കണ ശവപ്പെട്ടി വികസനം, രണ്ടാമത്തെ ശവപ്പെട്ടി വികസനത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ആരൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ചാലക്കുടിയിലെ ജനതയ്ക്ക് ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ പൗരപ്രമുഖന്മാരും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾമാരും അതുപോലെ ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിക്കുന്ന മതമേലധ്യക്ഷന്മാരുണ്ട് ഇവിടെ. അവരൊക്കെ എന്താണ് ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്? ഇത്രയും മണ്ടൻ വികസന നിർമ്മിതി, ഇത്രയും പൊട്ടന്മാരാക്കുന്ന വികസന നിർമ്മിതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് കാറും കൊണ്ട് പോകണവരെല്ലാവരും ജനം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ചാലക്കുടിയിലെ ശവപ്പെട്ടി വികസനത്തിൻ്റെ രണ്ടാം മാതൃകയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ചാലക്കുടിക്കാരുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഈ 30 വർഷവും 40 വർഷവും 6 പതിറ്റാണ്ടും 7 പതിറ്റാണ്ടും 5.5 പതിറ്റാണ്ടും ഒക്കെ ഭരിച്ച ആൾക്കാരുണ്ടാക്കി വെച്ചേക്കണ സംഭവങ്ങളാണ്. മുൻ MLA ആയിട്ടുള്ള BD ദേവസിയുടെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്നിരുന്ന പാളിച്ചകൾ പരിഹരിക്കാനാണല്ലോ പുതിയ MLA തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു സംഭവം ചെയ്തിട്ടില്ല എന്ന് വെറുതെ നോക്കിയിരുന്നു. അതുപോലെ ഈ നഗരസഭയുടെ തൊട്ട് മുന്നിൽ 3 ചെയർമാന്മാരിരുന്ന് ഭരിച്ച സംഗതിയാണ്. ഇവരും കണ്ടില്ലേ ഈ നിർമ്മിതി? ഞാൻ ചോദിക്കുന്നത്, ചാലക്കുടിയിൽ ഒരുപാട് വിവരാവകാശ പ്രവർത്തകരുണ്ട്. ആർക്കെങ്കിലും ഈ ഇത്രയും ബുദ്ധിശൂന്യമായിട്ടുള്ള വിവരദോഷികളെക്കാൾ അപ്പുറമുള്ളവർ ചെയ്തേക്കാവുന്ന ഒരു നിർമ്മിതിക്കെതിരെ പരാതി കൊടുക്കാനും അതിന് മുന്നിട്ട് പോകാനും ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണേ? ആരും പോവില്ല. കാരണം എന്താ പറയുക? ഇതിൻ്റെ പിന്നിൽ വലിയ കളികളുണ്ട്, ഇതിൻ്റെ പിന്നിൽ വലിയ മണ്ണ് ലോബികളുണ്ട്, ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢ ലോബികളുണ്ട്. അപ്പോൾ ഈ ലോബികൾക്ക് വേണ്ടി ഈ പട്ടണത്തെ ചത്ത പട്ടണമാക്കി ഡെഡ് സിറ്റിയാക്കി മാറ്റുന്ന ഭരണാധികാരികൾ, അവരെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാക്കാനും ഇവരാരും ഒരു തേങ്ങയുടെ മൂടും ചെയ്യുന്നില്ല. ഈ അടിപ്പാത വികസനവുമായി ബന്ധപ്പെട്ട് എത്ര ഉദ്ഘാടനങ്ങൾ അവിടെ നടന്നെന്നറിയോ? ഈ ലേറ്റസ്റ്റ് ഷിബു ആലപ്പൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇപ്പോൾ മാറ്റും, ബെൽമൗത്ത് അവിടെ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഇലക്ഷൻ ട്രെൻഡ് അടിച്ചുകൊണ്ട് ഒരു സംഭവം നടത്തി. ഞാൻ അതിനൊക്കെ പോയി ലൈവ് ചെയ്തിരുന്ന ആളാണ്. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഷിബു ആലപ്പൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു നാടിൻ്റെ വികസനമാണ്. അവിടെ എത്രയും പെട്ടെന്ന് ബെൽമൗത്ത് ഉണ്ടാവാൻ ചാലക്കുടിക്കാരെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെല്ലണേ. ഇത് ഇലക്ഷൻ ട്രെൻഡ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഒരു സ്റ്റണ്ട് എന്ത് തേങ്ങയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണത്? വെറുതെ ആളുകളെ പറ്റിക്കാന്ന് ഇങ്ങനെ ഓരോരോ വാർത്തകളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി. ഉദ്ഘാടനമല്ല, അവിടെ കുറേ ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചു കൂട്ടി. ഇപ്പോൾ ഇവിടെ മറ്റേ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി ഇപ്പോൾ വീതി കൂട്ടാൻ പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയുടെ മൂടണം. എന്ത് തേങ്ങ ചെയ്തു? നാണാവില്ല ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ. ഈ ജനകീയ ചെയർമാൻ എന്നുള്ളൊക്കെ പേര് ചില ആൾക്കാരുടെ മാറി പോണത് ഇങ്ങനെയാണ്. ജനകീയ ചെയർമാൻ പോയി ജനകീയ കുറുക്കൻ എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിതൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയും. വളരെ വിഷമം തോന്നിയ സംഭവമാണ്. ഒരു കാര്യം ചെയ്യാണ്ടേ നമ്മൾ വളരെ തന്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തി ആളുകളെ പറ്റിക്കുക. അവിടെ കിട ഇനി പുതിയ ഭരണസമിതിയുടെ മുന്നിൽ ഇത് വെച്ചേക്കണം. അവർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഞങ്ങളിത് പരിഹാരം കാണുന്നു, നമുക്ക് കാണാമല്ലോ എത്ര നാളുകൊണ്ട് ഇവരൊന്നും ഇരിക്കാനേ ഞാൻ പറയുള്ളൂ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഇവരെ ഈ പറയുന്ന ജനപ്രതിനിധികളെയും നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളുടെ മുന്നിൽ നിരന്തരമായിട്ടുള്ള സംഗതി ഉണ്ടാക്കണം. ഇവിടുത്തെ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളെ പ്രിൻസിപ്പാൾമാർ, മതമേലധ്യക്ഷന്മാർ, പൗരപ്രമുഖന്മാർ, ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിരുത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഇവരിയ്ക്കാനും പോകണില്ല. മാസങ്ങളും മറ്റേ സിനിമ പറഞ്ഞ വർഷങ്ങൾ പോയതറിയാതെ എന്ന് പറഞ്ഞ മാതിരി അടുത്തൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഇത് വിഷയമാക്കാൻ പോകണം. അപ്പോൾ ചാലക്കുടിക്കാരൻ മുന്നിലിട്ട് വരുന്നു രണ്ടാമത്തെ ശവപ്പെട്ടി വികസനം. ഞാൻ എൻ്റെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ ട്രാംബേ ലൈനിൽ നിന്ന് നമ്മുടെ ട്രങ്ക് റോഡ് ജംഗ്ഷനിലേക്ക് ഒരു ബൈലൈൻ, ഒരു റോഡ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ രണ്ടാമത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ എബി ജോർജിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഉദ്ഘാടനം പരിപാടിയൊക്കെ ഒരു പ്രാവശ്യം നടന്നു. ആൾ ക്യാമറാമാനെ കൊണ്ടുവന്നിട്ട് ആളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ചാനലിനൊക്കെ വെച്ചുകൊണ്ട് കുറേ വാർത്ത ചെയ്തു. അത് സംഗതിയില്ല. കാരണം അതിൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ വഴി വരുന്ന നമ്മുടെ ട്രാംബേ റോഡിലേക്ക് കിടക്കുന്ന അതിൻ്റെ എൻ്റെ ചെയ്യുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ പുതുവത്സരത്തിനൊക്കെ ആഘോഷിച്ച സ്ഥലം. ഇതെന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ നിന്ന് ആ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുത്തെ താഴ്ത്തിക്കുള്ള റോഡിൽ കൂടെ വണ്ടി ഇറങ്ങി അവിടെ റോഡിന് വീതി വെപ്പിക്കണം. അവിടെ ഒഴിപ്പിക്കേണ്ടതായിട്ടുള്ള ആളുകൾ ഒഴിപ്പിക്കാനുണ്ട്. ഇതൊന്നും ചെയ്യാണ്ടാണ്
ഇതുപോലെ തന്നെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അടിച്ചുകൊണ്ട് ഇവിടെ പറയുക ഞാൻ കണ്ട മണ്ണ് കൂട്ടിയിട്ടാണ് കുറേ മണ്ണ് അവിടെ കൊണ്ട് കൂട്ടിയിട്ട് ഇപ്പോൾ പണി കൊടുക്കും. ഇപ്പോൾ പണി കൊടുക്കും. ഈ ഉദ്ഘാടന മാമാങ്കങ്ങളാണ് ഈ പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ആളുകളെ പറ്റിക്കണ പരിപാടി. പറ്റിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. ആളുകൾ ഇതുപോലെ പറ്റിക്കുമ്പോൾ നമുക്കൊക്കെ ചാർത്തി തന്നിട്ടുള്ള ചില പട്ടങ്ങൾ അത് ഊരിപ്പോണതിന് തുല്യമാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ അതില്ലേ ഇതിൻ്റെ പറയിൽ കുറേ മണ്ണ് കൊണ്ടുപോയി 2 ലോഡ് മണ്ണൊക്കെ കുത്തി കുറച്ച് ലോഡ് മണ്ണുണ്ട് ആ മണ്ണൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ പണി കൊടുക്കും. എപ്പോൾ പണി തുടങ്ങാൻ? ഈ ബൈലോയിൻ റോഡ് വന്നിരുന്നെങ്കിൽ വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാവും. കാരണം നേരെ നിന്ന് ട്രങ്ക് റോഡിലേക്ക് ഇത് വരുന്നു, അതിൽ കൂടെയൊക്കെ പോകാനായിട്ട് ഇത് വരും. നമ്മുടെ ഈ ആനമല ജംഗ്ഷൻ തൊട്ടുള്ള ആ നോർത്തിലേക്ക് പോകുന്ന അവിടെയുള്ള തിരക്ക് നിന്ന് വലിയ മോചനം കിട്ടും. അതുപോലെ ഈ അടിപ്പാതര ഇവിടെ നിന്ന് ഒടുക്കത്തെ കുരുക്ക് അവസാനിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യുന്നത്? ആളുകളെങ്ങനെ തുടർച്ചയായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ സംഗതിയും കൂടി പുതിയ ഭരണസമിതിയുടെ മുന്നിലിട്ട് തരാം. ഞാൻ പോളയനോടും ആലീസ് ഷിബു എന്ന് പറയുന്ന ചെയർപേഴ്സണോട് എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർ പറയുള്ളൂ, ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിലേ അവർ ഇടപെടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പോളേട്ട ആലീസ് ചേച്ചി ഇതിങ്ങനെ ഒരു വഴി ഇവിടെ നിങ്ങൾക്ക് മുൻപുള്ള ഭരണാധികാരികളും ആളുകളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചിപ്പോൾ 3-4 ലോഡ് കൊണ്ട് കുത്തി കുറേ ഉദ്ഘാടനം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നതല്ലാതെ ഇതിന് യാതൊരു മാറ്റം വന്നിട്ടില്ല. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സംഭവം ഉണ്ടെങ്കിൽ ഈ ശവപ്പെട്ടി വികസനത്തിന് പുതിയൊരു മുഖം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റോഡും കൂടി ഇട്ട് തരണം. ഈ മണ്ണടിച്ച് കൂട്ടിയിട്ടുണ്ട്. ചാലക്കുടിക്കാരെ ഇനി പറ്റിക്കരുത്. നിങ്ങൾ പറ്റിക്കുമെന്നല്ല പറയണേ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനൊക്കെയാണ് ഒരു പ്ലാനും രേഖയൊക്കെ ഉണ്ടാക്കേണ്ടത്. വെറുതെ നമ്മൾ വന്ന് നഗരസഭയിൽ വന്ന് പോയിട്ട് യാതൊരു വിധ കാര്യമില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ മറ്റൊരു ശവപ്പെട്ടി വികസന റോഡ് മാതൃക അതുകൊണ്ട് കാണിച്ചാണ്. ഇപ്പോൾ വരും എന്ന് പറഞ്ഞ സംഭവമാണ്. ഇപ്പോൾ വരില്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ഒഴിപ്പിക്കേണ്ട ആൾക്കാരെ ഒഴിപ്പിക്കാനുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കിറാമുട്ടിയായിട്ട് നിൽക്കണം. അപ്പോൾ അതും കൂടി നിങ്ങളുടെ മുന്നിലിട്ട്. ചാലക്കുടി പട്ടണത്തിൻ്റെ ഒത്ത സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗത്ത് ജംഗ്ഷനാണ്. നമ്മൾ ചാലക്കുടിയിലേക്ക് വരുന്നവർ ആദ്യം കയറുന്ന തെക്ക് ഭാഗത്തുനിന്ന് വരുന്നവർ തെക്ക് ഭാഗത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം, വാണിജ്യ നഗരമായിട്ടുള്ള കൊച്ചി, ഇവിടെ നിന്നൊക്കെ വരുന്നവർ ആദ്യം കാണുന്ന ചാലക്കുടി പട്ടണത്തിൻ്റെ ഒരു സെൻറ്ററാണ് സൗത്ത് ജംഗ്ഷൻ. ഈ സൗത്ത് ജംഗ്ഷൻ്റെ നടുക്ക് ഒരു ഫ്ലൈ ഓവർ കടന്നു പോകുന്നുണ്ട്. ഏകദേശം സൗത്ത് ജംഗ്ഷൻ മുഴുവനായിട്ട് കവർ ചെയ്ത് പോകുന്ന ഒരു ഫ്ലൈ ഓവറാണ്. ആ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലഹരി മാഫിയകളുടെയും അതുപോലെ തന്നെ പിടിച്ചുപറിക്കാരുടെയും ഭിക്ഷക്കാരുടെയും അതുമാത്രമല്ല അതിനേക്കാൾ ഉപരി ഇവിടെ നമുക്ക് ഈ രാത്രി ഒരു 10 മണി കഴിഞ്ഞ് ഇവിടെ സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ട് ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്രമാത്രം ബൈക്കുകൾ ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നറിയോ? കഴിഞ്ഞ ഒരു വർഷം എനിക്ക് തോന്നുന്നൊരു 10-20 ബൈക്കുകളെങ്കിലും ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ അന്ധകാരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സൗത്ത് ജംഗ്ഷനിലെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം. എന്താണ് ഇവിടുത്തെ ഭരണാധികാരികൾ പറഞ്ഞത്? ഇവിടുത്തെ ഭരണാധികാരികൾ കഴിഞ്ഞ 5 വർഷം മുന്നേ രണ്ടാമത്തെ ഭരണാധികാരി അദ്ദേഹം വലിയ ഡയലോഗുകളൊക്കെ അടിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രിനെ കാണാൻ പോയി. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ NHൻ്റെ പെർമിഷൻ മേടിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം കിട്ടി. അത് തുടങ്ങാൻ പോകുന്നു. ഓരോരോ ആളുകൾ സ്പോൺസർമാരായിട്ട് കടന്നു വന്ന് ഇവിടെ ഓരോ പാർട്ടായിട്ട് തിരിച്ച് ഇന്ന ഭാഗം, ഇന്ന സംഗതികൾ, ഇന്ന കോപ്പ്, കുടച്ചക്രം, ബ്യൂട്ടിഫിക്കേഷൻ. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ബ്യൂട്ടിഫിക്കേഷൻ എന്ന പേരാണ് അതിനിട്ടത്. എന്ത് ബ്യൂട്ടിഫിക്കേഷനാണ് നടന്നത്? ബ്യൂട്ടീഷ്യൻ നടന്നു. ബ്യൂട്ടീഷ്യൻ ഒരു തേങ്ങയുടെ മൂട് നടന്നില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ടണത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളെ പിടിച്ചു പറിക്കാനായിട്ട് ഇരിക്കുന്ന കുറേ ആളുകളുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. പിടിച്ചുപറിക്കാരുടെ കേന്ദ്രം, കവർച്ചക്കാരുടെ കേന്ദ്രം. അതുമാത്രമല്ല ഏറ്റവും മോശകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നതിന് വേണ്ടി ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഒരു ഇടത്താവളമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ഭരണസമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുക? ഈ നഗരത്തിലേക്ക് വരുന്ന ആളുകൾ ആദ്യം കാണുന്നൊരു സംഭവമല്ലേ? തീർച്ചയായിട്ടും പുതിയ ഭരണസമിതിയുടെ മുന്നിൽ ഇപ്പോൾ നേരത്തെ മുൻകാല നഗരസഭാ അധ്യക്ഷൻ തന്നെയാണ് അധ്യക്ഷന്മാരെന്ന് പറയാനില്ല, നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞ ഈ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഈ വസ്തുതകൾ ഞാൻ വെക്കുകയാണ്. ഇവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടന്നിട്ടില്ല. ഇവിടെ ആകെ മലമൂത്ര വിസർജനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നാശാക്കി മാറ്റിയിട്ടുണ്ട് ഈ അടിഭാഗം. അങ്ങനെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ നടന്നിട്ടില്ല. എത്രത്തോളം കവർച്ചക്കാരെ ഉൾക്കൊള്ളാം, എത്രത്തോളം പിടിച്ചുപറിക്കാരെ ഉൾക്കൊള്ളാം, ഇതിനെ കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ പറയുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം. ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും സെൻറ്ററാണ് നോക്കാം. ഇതും ഒരു ശവപ്പെട്ടി വികസനമാണ്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നിടത്താണ് ഒരു ഭരണാധികാരിയുടെ ആ ഭരണാധികാരിക്ക് ദീർഘവീക്ഷണം കൊണ്ട് ഉൾക്കാഴ്ചയുണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അല്ലാണ്ട് ഞാൻ 6.5 പതിറ്റാണ്ട് ഭരിച്ചു, ഞാൻ 7.5 പതിറ്റാണ്ട് ഭരിച്ചതിൻ്റെയൊക്കെ തഴമ്പുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു കഥയില്ല. നിങ്ങൾ ഈ പട്ടണത്തിലേക്ക് വന്നു നോക്കിക്കോ. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരു രാത്രി 10 മണി കഴിഞ്ഞ സമയത്ത് കൂടെ പോകുമ്പോഴായിരിക്കും ഇതേ ആളുകളുടെ ആക്രമണം ഉണ്ടാവുന്നത്. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കെന്തെങ്കിലും ഇടപെടാൻ പറ്റണ്ടോ? ഒരു ഇടപെടലുമില്ല. പുതിയ ഭരണസമിതിയുടെ മുന്നിൽ ഇതും വെക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻ മേലധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫിക്കേഷൻ എന്തായി എന്നുള്ളതാണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്നത് നന്നായിരിക്കും. കാരണം ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തോട് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം അത് ഇങ്ങനെ ഒടുക്കത്തടങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ പിടിപ്പുകേടാണെന്ന്
വരും തലമുറ പറയും. അതുകൊണ്ട് പുതിയ ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കൂടി കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്.